എറണാകുളം മഞ്ഞുമലയിൽ ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കത്രിക കൊണ്ടുള്ള കുത്തേറ്റ് സഫീനയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. ആക്രമണത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഹാരിസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വേദനാജനകമാണ്. വലിയ തരത്തിലുള്ള ഉപദ്രവം തന്നെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദൃശ്യങ്ങൾ എത്രമാത്രം നിർണായകമാണ്? നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഭർത്താവായിട്ടുള്ള ഹാരിസ് ഭാര്യ സഫീനയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അവരെ കത്രിക കൊണ്ട് ഇയാൾ കുത്തുകയായിരുന്നു. പിന്നീട് ഇയാൾ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വഴിയിലെത്തി കഴുത്ത് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇയാളിപ്പോൾ കളമശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഫീനയും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. രണ്ടുപേരുടെയും നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹാരിസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നതും. സഫീനയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ. വീട്ടിലുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കാൻ കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഹാരിസ് ഈ മഞ്ഞുമലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പരിസരവാസികളുമായി വലിയ അടുപ്പമൊന്നും ഇയാൾ പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി സഹിൻ, കഴിഞ്ഞ ദിവസമാണ് എറണാകുളം മഞ്ഞുമലയിൽ ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ഭർത്താവും ജീവനൊടുക്കാനായി ശ്രമിച്ചിരുന്നു. ഇരുവരും ഇപ്പോൾ ചികിത്സയിലാണ്. ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.